വാർത്തകൾ വിശദമായി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ വിമർശിച്ച് പി.സി. ചാക്കോ. സ്ഥാനാർത്ഥി നിർണയം ഗ്രൂപ്പ് വീതം വെപ്പെന്ന് പി.സി. ചാക്കോ. വയനാട്ടിൽ നിന്നല്ല, കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് പക്വമായൊരു നിലയിലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ രണ്ട് പ്രബലമായ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റുകൾ പങ്കുവെക്കുക എന്നതാണ് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനം. അവിടെ യോഗ്യരായ ആളുകൾ, കഴിവുള്ള ആളുകൾ, വിജയസാധ്യതയുള്ള ആളുകൾ അവരെ തീരുമാനിച്ചിട്ട് അവരെ സ്ഥാനാർത്ഥികളായി നടത്തുന്നതിന് പകരം തീർച്ചയായിട്ടും ഗ്രൂപ്പുകൾ തമ്മിൽ വീതം വെക്കുന്ന ഒരു സംവിധാനം അതിപ്പോഴെന്നല്ല, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് വളരെ മതിപ്പാണ്. പക്ഷേ ഈ തരത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനം പരസ്പരം എല്ലാ സ്ഥാനമാനങ്ങളും, പാർട്ടി സ്ഥാനങ്ങളാണെങ്കിലും നിയമസഭാ പാർലമെൻറ്റ് സീറ്റുകളാണെങ്കിലും എല്ലാം പരസ്പരം പങ്കുവെച്ച് പോകുന്ന ഒരു സ്ഥിതി നിർഭാഗ്യവശാൽ അവിടെ ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സെല്ലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, ഗ്രൂപ്പ് വീതം വെപ്പായിരുന്നു എന്നാണ് ഇപ്പോൾ പി.സി. ചാക്കോ ഏറ്റവും അവസാനമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ കേരളത്തിൽ എത്തുന്നു, വയനാട് മത്സരിക്കും എന്ന് പറഞ്ഞ മുതിർന്ന നേതാക്കളെല്ലാം ഇപ്പോൾ ഉൾവലി എന്ന കാഴ്ചയാണ് കാണുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് 11 മണിക്ക് വെച്ചിരുന്ന വാർത്താ സമ്മേളനം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. എന്താണ് എ.ഐ.സി.സി നേതൃത്വത്തിൽ നിന്നും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചനകൾ? രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അനാവശ്യമായി വിവാദത്തിലേക്ക് കെ.പി.സി.സി നേതൃത്വം വലിച്ചിഴച്ചു എന്ന പരാതി ഇപ്പോൾ ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു. കാരണം കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ മുഖ്യ എതിരാളി ബി.ജെ.പി എന്നതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നാണ് പല നേതാക്കളും പറയുന്നത്. സ്വാഭാവികമായും ബി.ജെ.പിക്കെതിരെയുള്ള പോരാട്ടം കുറയും. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യും. കേരളത്തിൽ ബി.ജെ.പി ഇല്ല, ഇടതുപക്ഷമാണ് അവിടെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയാവുന്നത് കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ കേരളം വിട്ട് മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ പോകണം എന്നൊരു ആവശ്യവും കോൺഗ്രസിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത്. ഇപ്പോൾ പി.സി. ചാക്കോ രംഗത്തെത്തിയിരിക്കുന്നത് കേരള നേതാക്കൾ നടത്തിയ ഈ നീക്കത്തിനെതിരായ വിമർശനവുമായിട്ടാണ്. കാരണം രാഹുൽ ഗാന്ധിയാണ് ഇത് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത്. കേരളമടക്കമുള്ള 3 സംസ്ഥാനങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാകാൻ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അനുകൂല തീരുമാനം രാഹുൽ ഗാന്ധി എടുത്തതായി അറിവില്ല. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ബി.ജെ.പിക്കെതിരെ ഒരു പോരാട്ടം നടത്തുമ്പോഴാണ് ഇത്തരമൊരു പ്രചരണം ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി എ.ഐ.സി.സിക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇതിൽ പ്രഖ്യാപനം നടത്തേണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമിതി ആ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അത് സംബന്ധിച്ച് 2 സീറ്റുകൾ ഇപ്പോഴും ബാക്കി. ഈ 2 സീറ്റുകളായിട്ട് ഗ്രൂപ്പ് പ്രശ്നവുമാണ്, ഗ്രൂപ്പ് വീതം വയ്ക്കലാണ് എന്നും പി.സി. ചാക്കോ വിമർശിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും എ.ഐ.സി.സി അനിശ്ചിതത്തിലേക്ക് വഴുതി വീണതുമാണ് പി.സി. ചാക്കോ വിമർശിക്കുന്നത്. പി.സിയെ സംബന്ധിച്ചിടത്തോളം എ.ഐ ഗ്രൂപ്പുകൾ ഒന്നടങ്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമില്ല, നാളെ മാത്രമേ യോഗമുള്ളൂ. അപ്പോൾ നാളെ യോഗം ചേർന്ന് രാത്രിയോടുകൂടി പ്രഖ്യാപനമുണ്ടാകും. കാരണം ഇന്നലെയും അതിന് തൊട്ട് മുമ്പുള്ള ദിവസവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയത് 11 മണിയോടുകൂടിയാണ്. അപ്പോൾ ഈ തരത്തിൽ തന്നെ പുതിയ സ്ഥാനാർത്ഥി പട്ടിക ഇനി നാളെ തീരുമാനിച്ചാൽ പോലും രാത്രി 11 മണിയോടെ പുറത്തിറങ്ങും. അപ്പോൾ കേരളത്തിലെ ഈ വയനാട് വടകര സീറ്റുകൾ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം മാറും. ഇനി രാഹുൽ ഗാന്ധി മത്സരിക്കണോ വേണ്ടയോ എന്നത് ആ പ്രസ്താവനയിലൂടെ വ്യക്തമാകും. എന്നാൽ രാഹുൽ ഗാന്ധിയാണ് ഇത്തരം തീരുമാനമെടുക്കേണ്ടത്. അതിന് അനുകൂലമായി രാഹുൽ ഗാന്ധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ചാക്കോ പറയുന്നത്. അങ്ങനെ പ്രതികരിച്ചു എന്ന് നേതാക്കൾ പറയുന്നത് വസ്തുതാപരമല്ല എന്നും പി.സി. വിമർശിക്കുന്നു. ശരി സന്തോഷ്. വയനാട്ടിൽ മത്സരിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലെന്ന് പി.സി. ചാക്കോ. മത്സരിക്കാൻ രാഹുൽ സമ്മതിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വസ്തുതാപരമല്ല എന്നും പി.സി. ചാക്കോ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം എവിടെയാണ് മത്സരിക്കുക? ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, സൗത്ത് ഇന്ത്യയിലെ ഒരു സീറ്റിൽ നിന്ന് കൂടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. മുൻകാലങ്ങളിൽ നേതാക്കൾ അങ്ങനെ മത്സരിച്ചിരുന്നു. ഇത് തോൽവി ഭയന്നിട്ടാണെന്നൊക്കെ ബി.ജെ.പി പറയുന്നതൊക്കെ ഒരു 3-ാം തരം പ്രയോഗമാണ്. രാഹുൽ ഗാന്ധിയുടെ പരിഗണനയിൽ എന്തുണ്ട് എന്ന് പറയാൻ എനിക്കാവില്ല. ഞാനൊരു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നിന്നുകൂടെ ഒരു സീറ്റിൽ മത്സരിക്കണം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ ചെന്നിത്തല റിവേഴ്സ് ഗിയറിലേക്ക്. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നാണ് തങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ തങ്ങൾക്ക് അധികാരം ഇല്ലേ എന്നും ചെന്നിത്തലയുടെ മറുചോദ്യം. അദ്ദേഹം മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടി ഒന്നും ഉണ്ടാവില്ലെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു.
വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി പതിയെ സ്വരം മാറ്റുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്ന് പുറത്തുവരുന്നത്. മുല്ലപ്പള്ളി വാർത്താസമ്മേളനം റദ്ദാക്കി നാണക്കേട് ഒഴിവാക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ചോദ്യങ്ങളിൽ നിന്നും ഓടിയൊളിച്ച് തടി രക്ഷപ്പെടുത്തി. എന്നാൽ മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തലയ്ക്ക് ഇന്നലത്തെ ആത്മവിശ്വാസമില്ലായിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നതാണ് തങ്ങളുടെ എല്ലാം ആഗ്രഹം. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടിയൊന്നും ഉണ്ടാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി ഉറപ്പുവരാതെയാണ് നിങ്ങൾ ഇങ്ങനെ ആവശ്യം പരസ്യപ്പെടുന്നത്. ഇനി രാഹുൽ ഗാന്ധി പിന്മാറിയാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിനും യുഡിഎഫിനും അത് തിരിച്ചടിയാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ തിരിച്ചടിയൊന്നുമില്ല. ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ലേ? അത് തന്നെയാണ് ചോദിച്ചത്. ഇന്നലെ ഈ കാര്യം ചർച്ച ചെയ്തതിനു ശേഷം ഉമ്മൻചാണ്ടി നമുക്ക് കൂടുതൽ ദിവസമായി. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ നാളെ യോഗം ചേരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം വരുമോ? ഒരു ആശയക്കുഴപ്പം പ്രവർത്തകരുടെ ഇടയിലില്ല. രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ചാണക്യബുദ്ധിയുടെ ഉപജ്ഞാതാവാകാൻ നടന്നവർ ഓരോരുത്തരായി പറഞ്ഞത് വിഴുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ലെന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്നും തീരുമാനമായില്ല. ഇന്നലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാധ്യമങ്ങളെ അറിയിച്ചത്. മറ്റു കാര്യങ്ങൾ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. രാഹുലിന്റെ വരവ് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മുല്ലപ്പള്ളിയുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാതെ ഒളിച്ചോടുകയാണെന്ന വിമർശനം ഉയർന്നതോടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുൽ പുനരാലോചന നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. നാളെ നടക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അവതാളത്തിലായിരിക്കുകയാണ്. ഇന്നലെ കൊട്ടിഘോഷിച്ച കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ ഇന്ന് മിണ്ടാട്ടമില്ലാതെ കഴിയുന്നു. കോഴിക്കോട് നിന്നും PV കുട്ടൻ. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിന്റെ കാപ്പട്യം പുറത്തുവന്നെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. കോൺഗ്രസിന്റെ ബിജെപി വിരുദ്ധ നിലപാട് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനെന്നും SRP. കേരളത്തിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം ഒരു സന്ദേശം നൽകുന്നുണ്ട്. BJP അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതുമാത്രവുമല്ല, കോൺഗ്രസിൻ്റെ BJP വിരോധ നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു കപടതന്ത്രം മാത്രമാണെന്നും ഇത് തെളിയിക്കപ്പെടും. കോൺഗ്രസ് വനിതാ നേതാവും DCC പ്രസിഡന്റുമായ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോക്സോ കേസ്. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഓച്ചിറ പോലീസ് കേസെടുത്തത്. മണ്ഡലം മാറി വോട്ട് ചോദിച്ച് എറണാകുളത്തെ BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം. നെടുമ്പാശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ആലുവയിൽ ഇറങ്ങിയാണ് കണ്ണന്താനം വോട്ട് അഭ്യർത്ഥിച്ചത്. കൂടെയുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ മണ്ഡലം മാറിയെന്ന് അറിയിച്ചപ്പോഴാണ് തനിക്ക് അബദ്ധം പറ്റിയെന്ന് കണ്ണന്താനത്തിന് മനസ്സിലായത്. അമളി തിരിച്ചറിഞ്ഞ കണ്ണന്താനം പിന്നീടുള്ള വോട്ട് അഭ്യർത്ഥന ചാലക്കുടിയിലെ BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണന് വേണ്ടിയായി. ദില്ലിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ കണ്ണന്താനം KSRTC ലോ ഫ്ലോർ ബസ്സിലാണ് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കളമശ്ശേരിയിൽ ബസ്സിറങ്ങിയ ശേഷം പാർട്ടി പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങി നഗരത്തിലേക്ക് പ്രവേശിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ആലുവ പറവൂർ കവലയിൽ ബസ് നിർത്തിയതോടെ കണ്ണന്താനവും B ഗോപാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ഇവിടെ ഇറങ്ങി. തുടർന്ന് കാറിൽ കയറാൻ പ്രവർത്തകർ ക്ഷണിച്ചപ്പോൾ അതിനു മുതിരാതെ കവലയിലുണ്ടായിരുന്ന വോട്ടർമാർക്ക് നേരെ കണ്ണന്താനം കുതിച്ചു. തുടർന്ന് വോട്ടഭ്യർത്ഥന. മണ്ഡലം മാറിയെന്ന് പ്രവർത്തകർ അടക്കം പറഞ്ഞെങ്കിലും കണ്ണന്താനം അത് കേട്ടിരുന്നില്ല. എന്നാൽ ഇത് കേട്ട ഗോപാലകൃഷ്ണൻ പ്രവർത്തകരെ ശാസിച്ചു. ഏത് മണ്ഡലമാണെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൂടെ എന്നായി ഗോപാലകൃഷ്ണൻ.
ഇതോടെ തനിക്ക് പറ്റിയ അമളി തിരിച്ചറിഞ്ഞ കണ്ണന്താനം തുടർന്നുള്ള വോട്ടഭ്യർത്ഥന ചാലക്കുടി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് വേണ്ടിയാക്കി മാറ്റി തടി തപ്പുകയായിരുന്നു. ഹലോ, എന്റെ പേര് രാധാകൃഷ്ണൻ ചേട്ടൻ നിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വടകരയിൽ തരംഗമായി LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. പൊള്ളുന്ന വേനൽ ചൂടിലും ആയിരങ്ങളാണ് P. ജയരാജനെ വരവേൽക്കാനെത്തുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും കൊടും വേനലിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും കിടപ്പ് രോഗികൾക്ക് സഹായങ്ങൾ എത്തിക്കാനും LDF പ്രവർത്തകർ മുന്നിട്ടിറങ്ങുമെന്ന് P. ജയരാജൻ പറഞ്ഞു. PV കുട്ടന്റെ റിപ്പോർട്ടിലേക്ക്. വടകരയുടെ ഗ്രാമീണ മേഖലയിൽ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പര്യടനം തുടരുന്നത്. വലിയ ആവേശപൂർവ്വമാണ് ജനങ്ങൾ, സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ P. ജയരാജനെ സ്വീകരിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ P. ജയരാജൻ, തെരഞ്ഞെടുപ്പിന്റെ ആവേശം വലിയ ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഗ്രാമീണ മേഖലയിലുള്ള പര്യടനത്തിന്റെ ഒരു അനുഭവം? ഈ മണ്ഡലത്തിലെ യുവാക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതോടൊപ്പം ജനസേവനത്തിൻ്റെ രംഗത്തും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി യൂത്ത് ബ്രിഗേഡ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലുടനീളം രൂപീകരിച്ചിരിക്കുകയാണ്. അവർ പ്രത്യേകമായിട്ടുള്ള യൂണിഫോം ഇട്ട് ആ യൂത്ത് ബ്രിഗേഡിൻ്റെ രൂപീകരണം, പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി സഖാവ് KP മോഹനൻ നിർവഹിക്കുകയുണ്ടായി. അവരുടെ ഗാർഡ് ഓഫ് ഓണറോടുകൂടിയാണ് ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചത്. അത് അങ്ങേയറ്റം ആവേശകരമായിട്ടൊരു പരിപാടിയാണ്. കാരണം അത്യുഷ്ണകാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത്. ആ കാലയളവിൽ ജനങ്ങൾക്ക് ഈ ചൂടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാകും. അതിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവും, മറ്റ് കാലാവസ്ഥാജന്യമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഈ യൂത്ത് ബ്രിഗേഡ് തീരുമാനിച്ചത്. അപ്പോൾ വോട്ടഭ്യർത്ഥനക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം ജനസേവന പ്രവർത്തനവും, അതാണ് ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ മുദ്രാവാക്യം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ LDFൻ്റെ വിജയം അത് യുവാക്കൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിലും വളരെ വ്യത്യസ്തമായ ജനോപകാരപ്രദമായ പരിപാടികളാണ് P. ജയരാജന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സാന്ത്വന പരിചരണ രംഗത്തൊക്കെ വളരെ വിപുലമായ സഹായങ്ങൾ, കിടപ്പ് രോഗികൾക്കുൾപ്പെടെ വിപുലമായ സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതികളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വണ്ടിയിൽ നിന്നും, പ്രചാരണ വണ്ടിയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി P. ശ്രീമതി ടീച്ചറുടെ പൊതുപര്യടനത്തിന് ആവേശത്തുടക്കം. തുറന്ന വാഹനത്തിൽ അഴീക്കോട് മണ്ഡലത്തിലെ 3 നിരത്തിൽ നിന്നാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പൊതുപര്യടനം ആരംഭിച്ചത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാൻഡ് മേളത്തിന്റെയും ഇരുചക്ര വാഹന റാലിയുടെയും അകമ്പടിയിൽ തുറന്ന വാഹനത്തിലാണ് ശ്രീമതി ടീച്ചറുടെ പര്യടനം. വൻകുളത്ത് വയൽ, ചാലാട് ബാനു സ്മാരകം, കക്കാടങ്ങാടി, അത്താഴക്കുന്ന്, കണ്ണാടിപ്പറമ്പ് തെരു, നാറാത്ത് ടൗൺ, ബാലൻകിണർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിവസത്തെ പൊതുപര്യടനം. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തു വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ കേരളത്തിൽ LDFന് ജനം വൻ വിജയം സമ്മാനിക്കുമെന്ന് പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്ത EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യയിൽ BJP ഇതിനൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഇടതുപക്ഷ മതനിരപേക്ഷതാ ശക്തികൾ ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഭാവി ഉണ്ടാകൂ. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ BJP അധികാരം പിടിക്കും. ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ BJP അകറ്റി നിർത്തിക്കൊണ്ട് ഒരു BJP ഇതര ഗവൺമെന്റുകൾ, ജനാധിപത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വൻ വിജയം ഉറപ്പിക്കുന്നതാണ് പര്യടനത്തിൽ ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണമെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ LDFനെ വരവേൽക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരിമാർ ഇത്രയധികം ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. വീട്ടിൻ്റെ മുൻപിലേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വഴിനീളെ നമുക്ക് അവരെ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ബഹുജനങ്ങളായ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും ശ്രീമതി ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. കണ്ണൂരിൽ നിന്നും
ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മാർച്ച് 25, 26 തീയതികളിൽ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.